നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജാവോ പെഡ്രോയുടെ മിന്നും ഫോം കാണുമ്പോൾ കാർലോ അഞ്ചലോട്ടിക്ക് തെറ്റുപറ്റിയില്ലേ? വേൾഡ് കപ്പ് സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? ഈ ചോദ്യം പല ബ്രസീലിയൻ ആരാധകരുടെയും മനസ്സിലുണ്ട്, ചെൽസി ആരാധകരുടെയും മനസ്സിലുണ്ട്. ഡയറക്റ്റായിട്ട് സാബി അലോൺസോയോട് അത് ഇന്നലെ ചോദിച്ചു. ഫുൾഹാമിനെതിരെ ചെൽസി വിജയിച്ച് കയറുമ്പോൾ 30 സെക്കൻഡിനുള്ളിൽ ഗോൾ അടിച്ചുകൊണ്ട് ജാവോ പെഡ്രോ തൻ്റെ പ്രീ സീസണിലെ ഫോം ഇതാ സീസണിലേക്ക് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് കോച്ചിനോട് ചോദിക്കുന്നത്, ജാവോ പെഡ്രോയെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കളിപ്പിക്കേണ്ടതായിരുന്നില്ലേ? ചോദ്യത്തിൻ്റെ മറുപടി എന്താ പറയുക? അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയുന്നില്ല, അതാ നല്ലതെന്ന് തോന്നുന്നു. ഐ പ്രിഫർ നോട്ട് ടു കമൻറ്റ് എന്നാണ്. അത് ബ്രസീൽ കോച്ചിന് വിടുകയാണെന്നേ. ഞാനിപ്പോൾ അതിലൊന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ എല്ലാം ഉണ്ട്. ഇനി വേറെ പറയേണ്ടല്ലോ. ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് ടോണാന്ന് നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ചെൽസിയുടെ കോച്ചായി വന്നതിന് ശേഷം അദ്ദേഹം മികച്ച പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്, ഗ്രേറ്റ് മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട്, മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഡിസയർ ഉണ്ട്, ഒരു ഗ്രേറ്റ് ഇയർ അദ്ദേഹത്തിൻ്റെ ഈ മുന്നിലുള്ള ഈ ഒരു സീസൺ ഒരു ഗ്രേറ്റ് ഇയറാക്കി മാറ്റണമെന്ന് നല്ല ഡിസയർ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രൂപത്തിൽ അദ്ദേഹം പ്രീ സീസണിൽ പ്രിപ്പയർ ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഈ കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഗോൾ അടിച്ചുകൊണ്ടല്ലേ. ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ഹീ ഈസ് എ ഗ്രേറ്റ് കിഡ് ആൻഡ് എ ഗ്രേറ്റ് പ്ലെയർ എന്നാണ് ഇപ്പോൾ സാബി അലോൺസോ വിലയിരുത്തുന്നത്. സംശയമൊന്നും വേണ്ട. കാർലോ അഞ്ചലോട്ടിയുടെ ഫൈനൽ സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയപ്പോഴാണ് ജാവോ പെഡ്രോക്ക് പുറത്ത് പോവേണ്ട സ്ഥിതി ഉണ്ടായത്. അത് തീർച്ചയായിട്ടും നെയ്മർ ഒരു ഐക്കോണിക് പ്ലെയറാണ്. പക്ഷേ പരിക്ക് പറ്റിയൊരു നെയ്മർക്ക്, എന്നിട്ട് ജാവോ പെഡ്രോയെ ഒഴിവാക്കിയിട്ട് നെയ്മർ എടുക്കുകയായിരുന്നു. നെയ്മർക്ക് അത്രയധികം ഒന്നും കളിക്കാനും കഴിഞ്ഞില്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വേൾഡ് കപ്പ് കളിച്ചത്. സോ അപ്പോഴാണ് ഈ ഒരു ചോദ്യം വരുന്നത്, ഇതൊരു വലിയ മിസ്റ്റേക്ക് അല്ലേ യഥാർത്ഥത്തിൽ കാർലോ അഞ്ചലോട്ടി നടത്തിയത് എന്ന്. ഇപ്പോൾ പോയ സീസണിലാണെങ്കിൽ തന്നെ മോശം ഫോമിലല്ലായിരുന്നു. ഇപ്പോൾ പ്രീ സീസൺ ഫോം വേണ്ടിയിട്ടാണോ താൻ ഈ പറയുന്നത് എന്ന് പറയുന്ന ആളുണ്ടോ? അങ്ങനെയല്ല. പോയ സീസണിൽ 49 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രീ സീസണിൽ 7 കളികളിൽ നിന്ന് 8 ഗോളുകൾ അദ്ദേഹം നേടി. ഇപ്പോഴിതാ ശരിക്കുള്ള സീസണിലെ ആദ്യ കളിയിൽ തന്നെ 30 സെക്കൻഡ് കഴിയുമ്പോൾ അദ്ദേഹം ഗോൾ പഠിച്ചിട്ടുണ്ട്. ജാവോ പെഡ്രോ ഓൺ ഫയർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.